ഒരു സാധാരണ NGO തുടങ്ങണമെങ്കിൽ രജിസ്ട്രേഷൻ വേണം. ഒരു ട്രസ്റ്റ് നടത്തണമെങ്കിൽ രജിസ്ട്രേഷൻ വേണം. ഒരു സൊസൈറ്റി പ്രവർത്തിക്കണമെങ്കിലും രജിസ്ട്രേഷൻ വേണം. സർക്കാരിൽ നിന്ന് ആനുകൂല്യം വാങ്ങണമെങ്കിലും വിദേശ ഫണ്ട് സ്വീകരിക്കണമെങ്കിലും വാർഷിക കണക്കുകൾ സമർപ്പിക്കണമെങ്കിലും നിയമപരമായ നടപടികൾ പാലിക്കണം. എന്നാൽ രാജ്യത്തെ ഏറ്റവും വലിയ സാമൂഹിക സംഘടനയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന RSS ഇന്നും രജിസ്റ്റർ ചെയ്യാത്ത സംഘടനയാണ്. ഇപ്പോൾ വീണ്ടും ദേശീയതലത്തിൽ ചർച്ചയായിരിക്കുന്നത് ഇത് തന്നെയാണ്. ദ വയർ പ്രസിദ്ധീകരിച്ച പുതിയ റിപ്പോർട്ട് വളരെ കൗതുകകരമായ ഒരു ചോദ്യം ഉയർത്തുന്നു. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകാത്ത RSSന്റെ വിദേശ അനുബന്ധ സംഘടനകൾ എന്തുകൊണ്ടാണ് അതാത് രാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നത്? റിപ്പോർട്ട് പറയുന്നത് പ്രകാരം സീയിങ് ദ സംഘ് എന്ന ഡാറ്റാ സൈറ്റ് പരിശോധിച്ചപ്പോൾ 38 രാജ്യങ്ങളിലായി സംഘപരിവാറിന് ആയിരക്കണക്കിന് അനുബന്ധ സംഘടനകൾ ഉണ്ടെന്നാണ് കണ്ടെത്തിയത്. അവയിൽ വലിയൊരു ശതമാനം സംഘടനകളും പ്രവർത്തിക്കുന്നത് രാജ്യങ്ങളിലെ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്താണ്. അതായത് അമേരിക്കയിൽ നിയമം പാലിക്കും, ബ്രിട്ടനിൽ നിയമം പാലിക്കും, മറ്റു പല രാജ്യങ്ങളിലും നിയമം പാലിക്കും. പക്ഷേ ഇന്ത്യയിൽ മാത്രം മാതൃസംഘടന രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകുന്നില്ല. ഇതാണ് റിപ്പോർട്ട് ഉയർത്തുന്ന പ്രധാന വൈരുദ്ധ്യം. അമേരിക്കയെ ഉദാഹരണമായി എടുത്താൽ അവിടെ പ്രവർത്തിക്കുന്ന നിരവധി സംഘപരിവാർ അനുബന്ധ സംഘടനകൾ നികുതി ഇളവുള്ള നോൺ പ്രോഫിറ്റ് സ്ഥാപനങ്ങളായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ സാമ്പത്തിക രേഖകളും വാർഷിക വിവരങ്ങളും പൊതുജനങ്ങൾക്ക് പരിശോധിക്കാനാകും. ബ്രിട്ടനിലും സമാനമായ രീതിയാണ്. അവിടെ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾ വാർഷിക റിപ്പോർട്ടുകളും സാമ്പത്തിക വിവരങ്ങളും സമർപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യമുയരുന്നു: വിദേശത്ത് സാധ്യമാകുന്ന സുതാര്യത ഇന്ത്യയിൽ മാത്രം എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല? റിപ്പോർട്ടിൽ മറ്റൊരു പ്രധാന കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി RSSനെ ലോകത്തിലെ ഏറ്റവും വലിയ NGOകളിൽ ഒന്നായി വിശേഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സാധാരണ NGOകൾക്ക് ബാധകമായ ഓഡിറ്റും സാമ്പത്തിക വെളിപ്പെടുത്തലുകളും രജിസ്ട്രേഷൻ നടപടികളും RSSന് ബാധകമല്ലെന്നാണ് വിമർശകർ പറയുന്നത്. ഈ വിഷയത്തിൽ ദ വയറിൽ സംസാരിച്ച ചില ഗവേഷകരും എഴുത്തുകാരും ഒരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നു. രജിസ്റ്റർ ചെയ്യാത്തതിലൂടെ സംഘടനയ്ക്ക് കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അംഗങ്ങളുടെ വിവരങ്ങൾ പൊതുവിൽ ലഭ്യമാകില്ല. സംഘടനയെ നേരിട്ട് നിയമപരമായി ഉത്തരവാദിയാക്കുന്നതും കൂടുതൽ ബുദ്ധിമുട്ടാകും. ഇത് അവരുടെ വിലയിരുത്തലാണ്. ഇതിന് RSS ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെന്നും റിപ്പോർട്ട് പറയുന്നു. റിപ്പോർട്ട് അനുസരിച്ച് അഭിപ്രായം തേടി RSS നേതൃത്വത്തിന് ഇമെയിൽ അയച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല. അതിനാൽ ഈ വിഷയത്തിൽ സംഘടനയുടെ വിശദീകരണം പൊതുജനങ്ങൾക്ക് ലഭ്യമായിട്ടില്ല. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം: നിയമം എല്ലാവർക്കും ഒരുപോലെയാണോ? ഒരു ചെറിയ സന്നദ്ധ സംഘടനയ്ക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാണെങ്കിൽ രാജ്യത്തെ ഏറ്റവും വലിയ സാമൂഹിക സംഘടനയെന്ന് പറയപ്പെടുന്ന ഒരു സംഘടനയ്ക്ക് അതേ മാനദണ്ഡം ബാധകമാകേണ്ടതില്ലേ? അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ അംഗീകരിക്കുന്ന നിയമ സംവിധാനങ്ങളെ ഇന്ത്യയിൽ മാത്രം എന്തുകൊണ്ട് അംഗീകരിക്കാനാകുന്നില്ല? ഈ ചോദ്യങ്ങൾ രാഷ്ട്രീയ വിരോധികളുടെ മാത്രം ചോദ്യങ്ങളല്ല, സുതാര്യതയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ്, ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ്, ജനാധിപത്യത്തിൽ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണോ എന്ന അടിസ്ഥാന ചോദ്യങ്ങളാണ്.